വാഗമണ്ണിൽ മൊട്ടക്കുന്നിനടുത്ത് കാണപ്പെടുന്ന ഈ തേയിലത്തോട്ടത്തിൽ ഒരു സിപ്പ് ലൈൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നറിഞ്ഞു വന്നതാണ്. ഏകദേശം വൈകുന്നേരം ഒരു 4-4:30 കൂടിയാണ് എത്തിയത്. ഒന്ന് കയറി അതും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. വാഗമണ്ണിലെ സിപ്പ് ലൈനാണ്. ഒരു വർഷമായിട്ട് ഇവിടെ ഉണ്ട്. വയനാട്ടുകാരനൊരു അമലാണ് ഇത് നടത്തുന്നത്. അമലാണ് നമ്മുടെ ഇവിടെ കൂടെ നിൽക്കുന്നത്. നമ്മളിവിടെ ലാസ്റ്റ് 1 year ആയിട്ട് നമ്മളിവിടെ നടത്തുന്ന സിപ്പ് ലൈനാണ്. നമുക്ക് ടോട്ടൽ 570 മീറ്റർ ആണ് വരുന്നത്. 2 way സിപ്പ് ലൈൻ ഉണ്ട്. ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് നമ്മൾ 400 രൂപയാണ്. എന്തായാലും എക്സ്പീരിയൻസ് ചെയ്തിട്ട് എന്തായാലും പറയണം. പോയി തിരിച്ചു വരുന്നതിന് 400 രൂപ. ഏകദേശം 600 മീറ്ററോളം ദൂരമുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പ് ആൻഡ് ഡൗൺ ദൂരമാണ്. നമുക്ക് പോകുന്ന സ്പോട്ടിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് സാധിക്കും. കയറുന്നതിന് മുന്നോടിയായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഈ കാണുന്നതൊക്കെ. എല്ലാം സേഫ്റ്റി മെഷേഴ്സാണ്. കൂടാതെ ഹാങ് ചെയ്ത് കിടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളുമാണ്. ഒരു ഹെൽമറ്റൊക്കെ നമ്മളെ ധരിപ്പിക്കുന്നുണ്ട്. ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ ചെറിയൊരു തടാകത്തിന് മുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഓക്കെ, റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കയറുകയാണ്. അല്പം ഉയരത്തിലുള്ള പ്രദേശമാണ്. മഴ പെയ്ത് കിടക്കുന്നതിനാൽ ചെറിയ തെന്നലൊക്കെ ഉണ്ട്, വഴുക്കലുണ്ട്. അപ്പോൾ ആ സ്പോട്ട് ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ഉയരത്തിലാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. എൻഡിങ് പോയിന്റും ഉയരത്തിൽ തന്നെയാണ്. പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് കൈയൊക്കെ വേണമെങ്കിൽ വിട്ടു പോവാം കേട്ടോ. അവിടെ എത്താനാകുമ്പോൾ ചെറിയൊരു ജെർക്ക് ഉണ്ടാവും. അപ്പൊ എന്താക്കുക, കാറിലേക്ക് പിടിക്കുക, തല ബാക്കിലേക്ക് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ആ ജെർക്കിങ് ഉണ്ടാവും. നമ്മളെ ഫേസ് അവിടെ ഉണ്ട്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓ കൊടുത്തു. ഓക്കെ ആണോ? സിപ്പ് ലൈനിലൂടെയുള്ള യാത്രയാണ്. രസകരമാണ്. പേടിയൊന്നും നമുക്ക് വരില്ല കേട്ടോ. ആദ്യം കയറുന്ന സമയത്ത് ആ ഉയരത്തിലേക്ക് നടക്കുമ്പോഴുള്ളൊരു പേടിയേ ഉള്ളൂ. പിന്നീട് എൻഡിലെത്തുമ്പോൾ അവർ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് ചെറിയൊരു ജെർക്ക് അനുഭവപ്പെടും. ആ സമയത്ത് അത് മുൻകൂറായിട്ട് പറയുന്നതുകൊണ്ടൊരു പേടി നമുക്ക് വരുന്നില്ല.